ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് UNHRC ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം, ടോട്ടൽ സോളാർ എക്ലിപ്സ്, റൈറ്റ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്യാപ്പ് ലിമിറ്റേഷൻ, ഗ്രീൻ ഹൈഡ്രജൻ, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് പോർസ്ക്. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UNHRCയെ കുറിച്ചാണ്. ഈ UNHRCയെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ അവിടെ വലിയ രീതിയിലുള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻസ് ആണ് നടത്തുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് മറ്റുള്ള രാജ്യങ്ങൾ ആയുധ സഹായം കൊടുക്കരുത് എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഈ UNHRC 2 ദിവസം മുമ്പ് ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ഏപ്രിൽ 6 തീയതി അല്ലെങ്കിൽ ശനിയാഴ്ചക്കത്തെ ഹിന്ദുവിൻ്റെ പേജ് 12 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ UNHRCയെ കുറിച്ച് പറയുന്ന സമയത്ത് 2006 നമ്മളിന്ന് കാണുന്ന രീതിയിൽ UNHRC അല്ലെങ്കിൽ UN ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇപ്പോൾ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ അല്ലെങ്കിൽ UNCHR എന്ന് പറഞ്ഞിരുന്ന ഒരു ഓർഗനൈസേഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് UNHRC നിലവിൽ വരുന്നത്. അല്ലെങ്കിൽ UNHRC നേരത്തെ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അത് പേര് മാത്രമല്ല, ഓർഗനൈസേഷണൽ സ്ട്രക്ചറിനകത്തേക്ക് 2006 മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ UNHRCയുടെ ഹെഡ് ക്വാർട്ടേഴ്സായിട്ട് അല്ലെങ്കിൽ അവരുടെ സെക്രട്ടേറിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓഫീസ് ഓഫ് ദി ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ OHCHR എന്ന് പറയുന്നൊരു സംഘടന ഉണ്ട്. അവരാണ് ഈ പറയുന്ന UNHRCയുടെ ഒരു സെക്രട്ടേറിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. നിലവിൽ UNHRCക്കകത്ത് 47 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. ഇവരെല്ലാവരെയും തന്നെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലി ഇലക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റുള്ള ചില UN ബോഡീസൊക്കെ പോലെ തന്നെ UNHRCയിലേക്കുള്ള 47 അംഗങ്ങളെയും ഒരു ജിയോഗ്രഫിക്കൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഏഷ്യയിൽ നിന്ന് ഇത്ര, ആഫ്രിക്കയിൽ നിന്ന് ഇത്ര എന്ന് പറഞ്ഞിട്ട് അത്ര നമ്പർ ഓഫ് രാജ്യങ്ങളെ UNൻ്റെ ജനറൽ അസംബ്ലി ഇലക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇലക്ട് ചെയ്യപ്പെടുന്ന മെമ്പേഴ്സിൻ്റെ ടേം എന്ന് പറയുന്നത് 3 വർഷത്തേക്കായിരിക്കും. അതുപോലെ തന്നെ ഇവർ ഒരു പ്രാവശ്യം റീഇലക്ട് ചെയ്യാൻ എലിജിബിൾ ആണ്. അതായത് ഇപ്പോൾ ഇന്ത്യനെ ഒരു പ്രാവശ്യം ഇലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തെ ടെന്യൂർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി കൺസിക്യൂട്ടീവായിട്ട് ഇന്ത്യനെ ഇലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ 2 കൺസിക്യൂട്ടീവ് ടേംസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ പിന്നെ അവർക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ പിന്നെ ഇവർ ഇമ്മീഡിയറ്റ് ആയിട്ട് റീഇലക്ഷൻ എലിജിബിൾ അല്ല എന്ന് പറയുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമാണ്. ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനെ കുറിച്ച് ഹിന്ദുവിൻ്റെ ഞായറാഴ്ചക്കത്തെ ഹിന്ദുവിൻ്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ് ഈ ഗ്രീൻ ക്രെഡിറ്റ് എഫേർട്സിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏൺമാർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റീസെൻ്റ്ലി അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വളണ്ടറി പ്രോഗ്രാമാണ്. അതായത് എൻവയോൺമെൻറ്റൽ പ്രിസർവേഷന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അത് കമ്പനീസ് ആവാം, ഇൻഡിവിജ്വൽസ് ആവാം, അവരെ ഇൻസെൻറ്റിവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളൊരു ലൈഫ് ക്യാമ്പയിൻ ഉണ്ട്, ലൈഫ് സ്റ്റൈൽ ഫോർ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഉണ്ട്. അതിൻ്റെ കീഴിലാണ് ഈ പദ്ധതി വരുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനകത്ത് 8 കീ ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഗ്രീൻ ക്രെഡിറ്റിന് എലിജിബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രീ പ്ലാന്റേഷന്, വാട്ടർ മാനേജ്മെൻറ്റ്, സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ, ഇങ്ങനെ 8ഓളം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് നിലവിൽ ഇപ്പോൾ നടപ്പിലാക്കി തുടങ്ങിയിട്ടുള്ളത് വളണ്ടറി ആയിട്ടുള്ള ട്രീ പ്ലാന്റേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ഡീഗ്രേഡഡ് ആയിട്ടുള്ള ലാൻഡിൽ അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡിൽ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് ഏരിയാസിൽ വളണ്ടറി ആയിട്ട് ട്രീ പ്ലാന്റേഷൻ നടത്തുന്നവർക്കാണ് ഇപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിൻ്റെ കീഴിൽ ഇപ്പോൾ ഒരു പദ്ധതിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ബേസിക്കലി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ ഈ കമ്പനികളോ അല്ലെങ്കിൽ കോർപ്പറേഷൻസോ ഒക്കെ എന്തെങ്കിലും അവരുടേതായിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൈനിങ് ഒക്കെ പോലുള്ള ആക്ടിവിറ്റീസ് നടത്തുന്ന സമയത്ത് അവർ എൻവയോൺമെൻറ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരുപാട് കാടൊക്കെ വെട്ടി തെളിക്കേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ ഒരുപാട് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ അത് കാരണം ഉണ്ടാക്കുന്ന അഡ്വേഴ്സ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് മിറ്റിഗേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യണം, സാധാരണഗതിയിൽ ഇവർ ഒരു കമ്പൽസറി ആയിട്ടുള്ള അഫോറസ്റ്റേഷൻ എഫേർട്സ് ഇവർ ചെയ്യണമെന്നുണ്ട്. അതായത് നിർബന്ധമായിട്ടും ഇവർ കുറച്ച് അതിന് കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു വനവൽക്കരണം നടത്തണം എന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാം. അപ്പോൾ ഈ പറയുന്ന ഗ്രീൻ ക്രെഡിറ്റ് പ്രോഗ്രാമിനകത്ത് ഇപ്പോൾ വന്നിട്ടുള്ള ഈ വളണ്ടറി ട്രീ പ്ലാന്റേഷൻ എന്ന് പറയുന്നത്, അപ്പോൾ ഈ സ്കീം എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ കമ്പൽസറി അഫോറസ്റ്റേഷന് വിധേയമായിട്ടുള്ള എൻറ്റിറ്റീസിന്, അത്തരത്തിൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന് എന്ത് ചെയ്യാം,
ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ കൺട്രോളിലുള്ള ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡ്സ് ഉണ്ടാവും. ഓക്കെ, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഫോറസ്റ്റ് ഏരിയാസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഡീഗ്രേഡഡ് ആയിട്ടുള്ള, അതായത് നശിച്ചു പോയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ് അല്ലെങ്കിൽ വേസ്റ്റ് ലാൻഡുകളിൽ അഫോറസ്റ്റേഷൻ പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്, അതായത് അവിടെ വനവൽക്കരണ പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഈ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇവർ ഫിനാൻസ് ചെയ്യണം. അതായത് അതിന് വേണ്ടിയിട്ടുള്ള പണം ഈ കമ്പനികൾ ചിലവഴിക്കും. ആ പണം ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ അഫോറസ്റ്റേഷൻ നടപ്പിലാക്കും. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റേറ്റ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ പ്രൈവറ്റ് എൻറ്റിറ്റീസ് കൊടുക്കുന്ന, അതായത് കമ്പൽസറി അഫോറസ്റ്റേഷന് വിധേയമായിട്ടുള്ള പ്രൈവറ്റ് എൻറ്റിറ്റീസ് കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ആ പെർട്ടിക്കുലർ ഏരിയയിൽ പ്ലാന്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അതായത് ട്രീ ഒക്കെ പ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ, ട്രീ പ്ലാന്റ് ചെയ്ത് 2 വർഷം കഴിയുന്ന സമയത്ത് ഒരു ഇവാലുവേഷൻ ഉണ്ടാവും. അതായത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ICFRE എന്ന് പറയുന്ന ഒരു ഓട്ടോണമസ് ബോഡി ഉണ്ട് എൻവയോൺമെൻറ്റൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള. അപ്പോൾ അവരുടെ വക ഒരു ഇവാലുവേഷൻ ഉണ്ടാവും. ആ ഇവാലുവേഷന് ശേഷം ഇവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതൊക്കെ കറക്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഈ പറയുന്ന പ്ലാന്റ് ചെയ്തിട്ടുള്ള ട്രീസിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രീൻ ക്രെഡിറ്റ് കൊടുക്കും. അപ്പോൾ ഇത്തരത്തിൽ പ്ലാന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഓരോ മരവും ഒരു ഗ്രീൻ ക്രെഡിറ്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഗ്രീൻ ക്രെഡിറ്റ് ഇവർക്ക് എന്ത് ചെയ്യാം, ഇവരുടെ പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡ്, അല്ലെങ്കിൽ നോൺ ഫോറസ്റ്റ് പേർപ്പസിന് വേണ്ടി ഡൈവേർട്ട് ചെയ്തിട്ടുള്ള ലാൻഡ്, അല്ലെങ്കിൽ മുറിച്ച് മാറ്റിയിട്ടുള്ള മരങ്ങൾ, ഓക്കെ, ഇതിൻ്റെ പേരിൽ ഇവരുടെ മുകളിലുള്ള കമ്പൽസറി അഫോറസ്റ്റേഷൻ ലോസിന് പകരമായിട്ട്, അല്ലെങ്കിൽ ഈ കമ്പൽസറി അഫോറസ്റ്റേഷന് പകരമായിട്ട് ഈ ഗ്രീൻ ക്രെഡിറ്റ് ഇവർക്ക് ഉപയോഗിക്കാൻ പറ്റും. സോ ദാറ്റ് മീൻസ് ഈ ഗ്രീൻ ക്രെഡിറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ഈ കമ്പൽസറി അഫോറസ്റ്റേഷനിൽ നിന്ന് ഒഴിവാകാൻ പറ്റും എന്നർത്ഥം. കാരണം ഓൾറെഡി ഇവർ ഇത്തരത്തിൽ ഈ ഡീഗ്രേഡഡ് ആയിട്ടുള്ള ഫോറസ്റ്റ് ലാൻഡിനെ പ്ലാന്റേഷന് വേണ്ടിയിട്ട് പണം മുടക്കിയിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഗ്രീൻ ക്രെഡിറ്റ് സ്കീം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ്. സോ ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ, അതായത് ഇന്നത്തെ ദിവസം, ഓക്കെ, അതായത് ബേസിക്കലി ഇന്ന് April 8 ആണ്. April 8 ഒരു കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു ടോട്ടൽ സോളാർ എക്ലിപ്സ് നോർത്ത് അമേരിക്കയിൽ വിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാർത്ത മീഡിയാസിലൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 11-നകത്തും ഇതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അപ്പോൾ ഇത് ഇന്ത്യയിൽ വിസിബിൾ ആയിരിക്കില്ല, കാരണം ഇന്ത്യയിലെ നൈറ്റ് ടൈമിലാണ് ഈ സോളാർ എക്ലിപ്സ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി സോളാർ എക്ലിപ്സ് എന്താണെന്ന് മനസ്സിലാക്കുക, അതായത് നമ്മുടെ എർത്തിൻ്റെയും സണ്ണിൻ്റെയും ഇടയിലായിട്ട് മൂണ് വരുന്ന സമയത്താണ് സോളാർ എക്ലിപ്സ് നടക്കുന്നത്. കാരണം ഈ മൂണ് വരുന്നത് കാരണം ഈ സണ്ണിൻ്റെ റേസിന് അത് ബ്ലോക്ക് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ല. അതാണ് സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സോളാർ എക്ലിപ്സ് പലപ്പോഴും പാർഷ്യലായിട്ടാണ് നടക്കാറുള്ളത്. ഓക്കെ, അതായത് ഈ സണ്ണിൻ്റെ വലിയൊരു ഭാഗത്തിന് മാത്രം മറക്കുന്ന രീതിയിലാണ് ഇത് വരാറുള്ളത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ള സോളാർ എക്ലിപ്സുകൾ എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഈ സോളാർ എക്ലിപ്സുകളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ എക്ലിപ്സുകളുണ്ട്. ഇപ്പോൾ ടോട്ടൽ സോളാർ എക്ലിപ്സ് ഉണ്ട്, ആനുവൽ സോളാർ എക്ലിപ്സ് ഉണ്ട്, അതുപോലെ തന്നെ പാർഷ്യൽ സോളാർ എക്ലിപ്സ് ഉണ്ട്, ഹൈബ്രിഡ് സോളാർ എക്ലിപ്സും ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ മൂണ്, അതായത് ചന്ദ്രൻ പൂർണ്ണമായിട്ടും ഈ സണ്ണിനെ നമ്മുടെ കാഴ്ചയിൽ നിന്ന് മറക്കുന്ന സമയത്താണ് ടോട്ടൽ സോളാർ എക്ലിപ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പക്ഷേ അതേസമയം മൂണ് ഈ പറയുന്ന സണ്ണിൻ്റെ ഇടയിലൂടെ പാസ് ചെയ്യുകയും, ഓക്കെ, അതുപോലെ തന്നെ എർത്തിൽ നിന്ന് അതിൻ്റെ ഫാർദസ്റ്റ് പോയിന്റിൽ മൂൺ നിൽക്കുകയും ചെയ്യുന്ന ആ ഒരു സമയം, അതിനെയാണ് ആനുവൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഇനി പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സണ്ണിൻ്റെ ഒരു പാർട്ട് മാത്രം ഇത് മറക്കുന്ന സമയത്ത്, ഈ സണ്ണ് ഒരു ക്രസൻറ്റ് പോലെ, അത് നമ്മളൊരു ചന്ദ്രക്കല പോലെ കാണുന്ന ഒരവസ്ഥ വരുന്ന സമയത്താണ് പാർഷ്യൽ സോളാർ എക്ലിപ്സ് എന്ന് പറയുന്നത്. ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആനുലാർ അതുപോലെ തന്നെ ടോട്ടൽ സോളാർ എക്ലിപ്സിൻ്റെ ഇടയിൽ ഒരു ഷാഡോ പോലെ മൂണ് ഈ പറയുന്ന ഗ്ലോബിൽ മൂവ് ചെയ്യുന്ന സമയത്താണ് ഹൈബ്രിഡ് സോളാർ എക്ലിപ്സ് ഉണ്ടാവാറുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ടോട്ടൽ സോളാർ എക്ലിപ്സ് ആണ് ഇതിനകത്ത് ഏറ്റവും അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് റൈറ്റ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. അപ്പോൾ ഇത് ബേസിക്കലി സുപ്രീം കോടതി ഇപ്പോൾ റീസെൻ്റ്ലി വിധി പറഞ്ഞിട്ടുള്ള കേസിനകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഈ അഡ്വേഴ്സ് ആയിട്ടുള്ള ക്ലൈമറ്റ് ചേഞ്ചിന് എതിരായിട്ടുള്ള അവകാശം എന്ന് പറയുന്നത് റൈറ്റ് ടു ലൈഫും റൈറ്റ് ടു ഇക്വാലിറ്റിയുടെയും ഭാഗമായിട്ടുള്ളൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് ആണെന്ന്
സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 1 ഒരു ആർട്ടിക്കിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത്രയേ ഉള്ളത്, എന്താണെന്ന് മാത്രം ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 14 പറയുന്നത് ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ആണ്. ആർട്ടിക്കിൾ 21 പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 14 21 റൈറ്റ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇംപ്ലൈഡ് പാർട്ടാണ് സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ അല്ലെങ്കിലും 2 സ്ഥലങ്ങളിൽ ഓൾറെഡി പറയുന്നുണ്ട്. ഒന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്ത് ആർട്ടിക്കിൾ 48A പറയുന്നൊരു കാര്യമുണ്ട്. ദ സ്റ്റേറ്റ് ഷാൾ എൻഡെവർ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി എൻവയോൺമെൻറ്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ദി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 51A ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്ത് പറയുന്നുണ്ട്, ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് എവറി സിറ്റിസൺ ഓഫ് ഇന്ത്യ ടു പ്രൊട്ടക്റ്റ് ആൻഡ് ഇംപ്രൂവ് ദി നാച്ചുറൽ എൻവയോൺമെൻറ്റ് ഇൻക്ലൂഡിംഗ് ഫോറസ്റ്റ്, ലേക്സ്, റിവേഴ്സ് ആൻഡ് വൈൽഡ് ലൈഫ് ആൻഡ് ടു ഹാവ് കമ്പാഷൻ ടുവേർഡ്സ് ഓൾ ലിവിങ് ക്രീച്ചേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിനകത്തും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിനകത്തും ഓൾറെഡി ഇതിന് സിമിലർ ആയിട്ടുള്ള എൻവയോൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ടെങ്കിലും ഈ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിൻ്റെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെയും പ്രശ്നം അത് നോൺ എൻഫോഴ്സബിൾ ആണ്. ഓക്കെ, നമുക്ക് കോർട്ട് ഓഫ് ലോയിലൂടെ നടപ്പിലാക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന സമയത്ത്, എസ്പെഷ്യലി റൈറ്റ് അഗെയിൻസ്റ്റ് അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ഫണ്ടമെൻ്റൽ റൈറ്റിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതിനെതിരായിട്ട് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും. ഇത് എൻഫോഴ്സബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് മാറും എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഗേപ്പ് ലിമിറ്റേഷൻ ആണ്. സോ ഈ ഗേപ്പ് ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ടേം എന്താണെന്നൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. അപ്പോൾ ഇതിനെക്കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസിനകത്തൊരു ചെറിയൊരു ക്യൂരിയസ് ആയിട്ടുള്ളൊരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗേപ്പ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്കോളജിക്കകത്ത് വരുന്ന ഒരു ടേമാണ്. അതായത് ഗേപ്പ് ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രിഡേറ്റർ, അതായത് മറ്റൊരു ജീവിയെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളുണ്ടാവും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഗ്രേറ്റ് വൈറ്റ് ഷാർക്ക് അല്ലെങ്കിൽ പാമ്പുകൾ, ഇപ്പോൾ അനാക്കോണ്ടനൊക്കെ എക്സാമ്പിളായിട്ട് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള ജീവികൾക്ക് അവരുടെ മൗത്തിൻ്റെ സൈസ് എത്രയാണോ ആ സൈസിനനുസരിച്ച്, അതായത് അവരുടെ വായ്ക്കകത്ത് കൊള്ളുന്ന ഒരു ജീവിയെ മാത്രമേ അവർക്ക് ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റൂ എന്ന് പറയുന്നതാണ് ഗേപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് അൻ ഐഡിയ ദാറ്റ് പ്രിഡേറ്റർ ക്യാൻ ഓൺലി ഈറ്റ് തിങ്സ് ദാറ്റ് ഫിറ്റ് ഇൻ ഇറ്റ്സ് മൗത്ത് എന്ന് പറയുന്നതാണ് ഗേപ്പ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഈ ഗേപ്പ് ലിമിറ്റ് വലിയ രീതിയിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണെന്ന് ഈ ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പലപ്പോഴും ഇത്തരത്തിലുള്ള പ്രിഡേറ്ററിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പലപ്പോഴും ഇതിൻ്റെ ഇരയായിട്ട് മാറുന്ന ജീവികൾ, കാരണം ആ പ്രിഡേറ്ററിന് കഴിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും വലുപ്പമുണ്ടെങ്കിൽ ആ ഇരയായിട്ട് മാറുന്ന ജീവിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് പലപ്പോഴും ഇത്തരത്തിൽ ഇരകളായിട്ട് മാറുന്ന ജീവികളുടെ വലിപ്പം കൂടാറുണ്ട്. ഓവർ എ പീരീഡ് ഓഫ് തൗസൻഡ്സ് അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സിനകത്ത് കൂടാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്പീഡ് കൂടാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ ഈ ഗേപ്പ് ലിമിറ്റിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു പ്രിഡേറ്ററിന് കിട്ടുന്ന പ്രേ ബേസിനകത്ത് അവർക്ക് അവരുടെ ഈ ഗേപ്പ് ലിമിറ്റിനകത്ത് പെടുന്ന പ്രേ ബേസ് കുറവാണെങ്കിൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെ മൗത്തിൻ്റെ സൈസും കൂടാറുണ്ട്, അല്ലെങ്കിൽ ഈ ഗേപ്പ് ലിമിറ്റ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവരുടെ മൗത്തിൻ്റെ സൈസും എവല്യൂഷൻ്റെ ഭാഗമായിട്ട് കൂടാറുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രിലിംസിനൊക്കെ പോയിന്റ് ഓഫ് വ്യൂ ഇത് എന്താണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഗ്രീൻ ഹൈഡ്രജൻ ആണ്. സോ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യ വലിയ രീതിയിൽ ഗ്രീൻ ഹൈഡ്രജൻ ഇനീഷ്യേറ്റീവ് പുഷ് ചെയ്യുന്നൊരു രാജ്യമാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് മനസ്സിലാക്കുക. ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഇലക്ട്രോലിസിസിലൂടെ വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സെപ്പറേറ്റ് ചെയ്ത് ആ പ്രോസസ്സിലൂടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്, അതിൽ അത്തരത്തിലാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഇലക്ട്രോലിസിസിന് വേണ്ടിയിട്ട് ഈ ഇലക്ട്രോലൈസറിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റിന്യൂവബിൾ എനർജിയും കൂടിയാണെങ്കിൽ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രജനെയാണ് ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത്. അതായത് വെള്ളത്തിൽ നിന്നാണ് ഇവിടെ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇലക്ട്രോലിസിസ് പ്രോസസ്സിനകത്ത് ആ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന വൈദ്യുതി റിന്യൂവബിൾ എനർജി സോഴ്സസിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ കംപ്ലീറ്റ്ലി എൻവയോൺമെൻ്റലി ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് അല്ലെങ്കിൽ എമിഷൻ ഇല്ലാതെയാണ് ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഹൈഡ്രജനെയാണ് നമ്മൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് വിളിക്കുക. അപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇത് പ്രധാനമായിട്ടും പുഷ് ചെയ്യുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇതിനകത്ത് ഏറ്റവും അധികം ഇനീഷ്യേറ്റീവ്സ് എടുക്കുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ഇതിനുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്, അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന്, ഇത് എമിഷൻ റിഡക്ഷൻ ടാർഗറ്റ്സ് അച്ചീവ് ചെയ്യാൻ ഇന്ത്യയെ സഹായിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എമിഷൻ നടക്കുന്നില്ല.
ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എമിഷൻ നടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ എമിഷൻ ഇല്ലാതെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന എനർജി ആയതുകൊണ്ട് തന്നെ ഇത് റിന്യൂവബിൾ എനർജി ആയിട്ട് കണക്കാക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്ത് എമിഷൻ നടക്കുന്നില്ല. ഗ്രീൻ ഹൈഡ്രജൻ്റെ യൂസേജിലാണെങ്കിൽ പോലും അത് യൂസ് ചെയ്യുന്ന സമയത്തും ഈ വാഹനങ്ങളൊന്നും എമിഷൻ നടത്തുന്നില്ല. അപ്പോൾ എമിഷൻ റിഡക്ഷനെ സഹായിക്കും. അതുപോലെ എയർ പൊല്യൂഷൻ കുറയും. കാരണം നമ്മൾ സാധാരണഗതിയിൽ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ യൂസ് ചെയ്യുന്നതിന് പകരം ഈ ഹൈഡ്രജൻ ഫ്യൂൽ യൂസ് ചെയ്യുന്ന എഞ്ചിൻസ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് എമിഷൻ കുറക്കാൻ അല്ലെങ്കിൽ എമിഷൻ ഇല്ലാതാക്കാൻ സഹായിക്കും. അതിലൂടെ എയർ പൊല്യൂഷനും കുറയും. മറ്റൊന്ന്, ഇത് നമ്മുടെ രാജ്യം തന്നെ ഇന്ത്യക്കകത്ത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനർജിക്കകത്ത് നമുക്ക് എനർജി സെക്യൂരിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എനർജി സെക്ടറിനകത്ത് ഇന്ത്യക്ക് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറാൻ പറ്റും. കാരണം നമ്മൾ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻസിനകത്ത് യൂസ് ചെയ്യുന്ന പെട്രോൾ ആണെങ്കിലും ഡീസൽ ആണെങ്കിലും എല്ലാം തന്നെ നമ്മൾ മെയിൻലി പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഈവൻ CNG ആണെങ്കിലും എല്ലാം തന്നെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിനെ നമ്മുടെ എനർജി സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നതും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഇക്കാര്യത്തിൽ സസ്റ്റൈനബിൾ ആയിട്ട് മാറും, സെൽഫ് സസ്റ്റൈനബിൾ ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് മാറും. എനർജി സെക്യൂരിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമ്പോർട്ട് ബില്ല് കുറക്കാൻ സാധിക്കും. നമ്മുടെ ഫോറക്സ് റിസർവിനെ പ്രിസർവ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെയുള്ള അഡ്വാൻറ്റേജസ് ഉണ്ട്. മറ്റൊന്ന്, ഇതിന് പുതിയൊരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് ഇത് കൊമേഴ്ഷ്യലി വയബിൾ ആയിട്ടുള്ള രീതിയിൽ നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിനകത്ത് പുതിയ പ്രൈവറ്റ് പ്ലേയേഴ്സ് വരും, കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും, ആളുകൾക്ക് ഈ സെക്ടറിൽ കൂടുതൽ ജോലി കിട്ടും, പുതിയൊരു സപ്ലൈ ചെയിൻ തന്നെ ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയൊക്കെ ബെറ്റർ ആക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതിന് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാർക്കറ്റുകൾ കണ്ടെത്താൻ സാധിക്കും. കാരണം എല്ലാ രാജ്യങ്ങളും ഇത്തരത്തിലുള്ള റിന്യൂവബിൾ എനർജിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അപ്പോൾ ഇത് വലിയൊരു എക്കണോമിക് ഓപ്പർച്യൂണിറ്റിയാണ്. ഇത്തരത്തിലുള്ള എക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ടെക്നോളജിക്കൽ ഇന്നോവേഷൻ ഈ സെക്ടറിനകത്ത് വരാനുള്ള സാധ്യത ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചാലഞ്ചസ് ആയിട്ട് പറയുന്ന കാര്യങ്ങൾ, ഒന്ന് ഹൈ പ്രൊഡക്ഷൻ കോസ്റ്റ് ആണ്. ഇപ്പോൾ റിന്യൂവബിൾ എനർജി സെക്ടറിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി മേജർ ഇഷ്യൂ എന്ന് പറയുന്നതാണ് അറ്റ്ലീസ്റ്റ് ഇനീഷ്യൽ ഫേസിലെങ്കിലും ഈ ഗ്രീൻ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലാണ്. ഓക്കെ, രണ്ടാമതായിട്ട് ഇത് സ്റ്റോർ ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും നിലവിലുള്ള ഒരു സെറ്റപ്പ് വെച്ചിട്ട് അല്ലെങ്കിൽ നിലവിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അത്രത്തോളം പോസിബിൾ അല്ല. അപ്പോൾ ഇത് സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും സെക്യൂർ ആയിട്ട് രീതിയിൽ എൻഷുർ ചെയ്യാൻ പറ്റണം. കാരണം നിങ്ങൾക്കറിയാം ഹൈഡ്രജൻ എന്ന് പറയുന്നത് ഹൈലി ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ സേഫ്റ്റി കൺസേൺസ് ഒരുപാടുണ്ട്. അതിൻ്റെ സെക്യൂർ ആയിട്ടുള്ള സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ നമ്മൾ പ്രൊഡക്ഷനകത്ത് വലിയ കാര്യമായിട്ടുള്ള മുന്നോട്ട് പോക്ക് നടത്തി കഴിഞ്ഞാലും ഇത് ആളുകൾ ഉപയോഗിക്കണമല്ലോ. അതായത് ഇപ്പോൾ ഈ കാറുകളാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങളാണെങ്കിലും ഈ ഗ്രീൻ ഹൈഡ്രജൻ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങൾ വരണം. ഈ വാഹനങ്ങളെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീഫ്യൂലിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, അതായത് പുതിയൊരു ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ബിൽഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പെട്രോൾ പമ്പുകൾക്കൊക്കെ പകരമായിട്ട് ഈ ഹൈഡ്രജൻ ഫ്യൂലിംഗ് സ്റ്റേഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഹൈഡ്രജൻ്റെ കേസിൽ അത് ഹൈലി ഇൻഫ്ലേമബിൾ ആയതുകൊണ്ട് തന്നെ അത് വളരെ സേഫ് ആയിട്ടുള്ള മാനറിൽ മാത്രമേ ഈ റീഫ്യൂലിംഗ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് വലിയ രീതിയിലൊരു കോസ്റ്റ്ലി അഫെയർ ആയിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്ലോ പേസിൽ മാത്രം മൂവ് ചെയ്യാൻ സാധ്യതയുള്ളൊരു മേഖലയാണത്. അതുപോലെ തന്നെ സേഫ്റ്റി കൺസേൺസ് ഉണ്ടാവും. ഇതിൻ്റെ വയബിലിറ്റി ഇഷ്യൂസും ഉണ്ട്. കാരണം ഈ പറയുന്ന ഗ്രീൻ ഹൈഡ്രജനെക്കാട്ടിലും ചിലവ് കുറഞ്ഞ ഒരുപാട് റിന്യൂവബിൾ എനർജി സോഴ്സസ് നമുക്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുന്നത് അതിൻ്റെ പൊട്ടൻഷ്യലായിട്ട് പറയുന്നത് പ്രധാനമായിട്ടും ഓട്ടോമൊബൈൽ സെക്ടറിൽ ഇത് യൂസ് ചെയ്യാം എന്നാണ് പറയുന്നത്. പക്ഷേ ഇതേ ഓട്ടോമൊബൈൽ സെക്ടറിൽ തന്നെ ഇതിനെക്കാട്ടിലും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഇത്രയൊന്നും കോംപ്ലിക്കേഷൻസ് ഇല്ലാത്ത രീതിയിലുള്ള ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള വെഹിക്കിൾസ് ഉണ്ട്. ലിഥിയം അയൺ ബാറ്ററി യൂസ് ചെയ്യുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഇലക്ട്രിക് വെഹിക്കിൾസ് ഉണ്ട്. അപ്പോൾ ആ ഇലക്ട്രിക് വെഹിക്കിൾസുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റുമോ എന്നുള്ളൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇനീഷ്യേറ്റീവ് കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ഗവൺമെൻറ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു നാഷണൽ ഹൈഡ്രജൻ മിഷൻ 2021-22 ബഡ്ജറ്റിൻ്റെ സമയത്ത് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരു ലക്ഷ്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യയെ ഈ ഗ്രീൻ ഹൈഡ്രജൻ്റെ പ്രൊഡക്ഷനകത്തും അതിൻ്റെ ഡെറിവേറ്റീവ്സിനകത്തും ഒരു ഗ്ലോബൽ ഹബ്ബാക്കി മാറ്റുക എന്നുള്ളതാണ് നാഷണൽ ഹൈഡ്രജൻ മിഷൻ്റെ ലക്ഷ്യമായിട്ട് പറയുന്നത്. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് പ്ലേസസ് ന്യൂസ് ആണ്. അത് ഓർസ്ക് എന്ന് പറയുന്ന പ്രദേശമാണ്. സോ ഇവിടെ ഒരു ഫ്ലഡ് നടന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഓർസ്ക് എന്ന് പറയുന്നത് റഷ്യ കസാഖിസ്ഥാൻ അതിർത്തി മേഖലകളിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിറ്റിയാണ് ഓർസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, റഷ്യയിലുള്ള ഓറൻബർഗ് എന്ന് പറയുന്ന ഒരു ഒബ്ലാസ്റ്റ് ഉണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ സ്റ്റേറ്റുകൾ എന്നൊക്കെ പറയുന്നതിന് പകരം റഷ്യയിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് ഒബ്ലാസ്റ്റ് അല്ലെങ്കിൽ റിപ്പബ്ലിക്കുകൾ എന്ന് പറയുന്നത്. സോ ഈ ഓറൻബർഗ് ഒബ്ലാസ്റ്റിനകത്തുള്ള സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയാണ് ഓർസ്ക് എന്ന് പറയുന്നത്. സോ ഇവിടെയുള്ള ഈ റഷ്യയുടെ സെൻട്രൽ ഏഷ്യയായിട്ട് അടുത്ത് കിടക്കുന്ന യൂറേഷ്യൻ ആ റീജിയൻ്റെ ഭാഗത്തായിട്ട് കിടക്കുന്ന അവരുടെ പ്രധാനപ്പെട്ട ഒരു മൗണ്ടെയിനാണ് യുറാൾ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത്. ഈ യുറാൾ മൗണ്ടെയിൻസിൻ്റെ സദേൺ ടിപ്പിൻ്റെ സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് ഈ ഓർസ്ക് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ
യൂറോപ്പിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ റിവറായിട്ടുള്ള യൂറൽ റിവറിൻ്റെ അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ യൂറൽ റിവറിൻ്റെ ചുറ്റുവട്ടത്തായിട്ടാണ് ഈ ഓർസ്ക് എന്ന് പറയുന്ന സിറ്റി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കും. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.